അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹ്മത്തിൻ്റെ 10 നാളുകൾ. ആദ്യത്തെ 10-നെക്കുറിച്ച് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് ചൊരിയുന്ന സമയങ്ങൾ. ഓരോ നിസ്കാര ശേഷവും അല്ലാതെയും നമ്മളത് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പലപ്പോഴായി നമ്മെ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം, അതിൽ ആശ മുറിഞ്ഞവർ ആകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. സ്വശരീരങ്ങളോട് അതിക്രമം കാണിച്ച അടിമകളെ, ആ അടിമകളോട് തങ്ങളെ നിങ്ങൾ പറയണം എന്ത്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞ് പോകുന്നവരാവരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം, കരുണ, അതിനെ തൊട്ട് ആശ മുറിഞ്ഞവരാവരുത് നിങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായും മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ പാപങ്ങളെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും ആണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ അർഹമർ റഹീമീനായ അള്ളാഹ്, നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ആ കാരുണ്യമില്ലാതെ നമുക്കൊന്നിനും സാധ്യമല്ലല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതില്ലാതെ നമുക്ക് എന്തിനാണ് സാധ്യമാവുക? ഒന്നിനും സാധ്യമാവുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. അള്ളാഹു നൽകിയ റഹ്മത്തല്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിങ്ങളെ നാം അയച്ചിട്ടില്ല. ആ കാരുണ്യം എത്രത്തോളമാണ്? നമ്മെ നരകമാകുന്ന തീകുണ്ഠാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവിടുന്ന് നമ്മിലേക്ക് വരികയാണ്. അവിടുന്ന് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായിരിക്കുന്ന വഴികളെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, വിശ്വാസമെന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ മാത്രമല്ല. അതിനപ്പുറം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന സകല പ്രവർത്തനങ്ങളും നമ്മുടെ നിയ്യത്ത്, ഇൻറ്റൻഷൻ നന്നാക്കലോടുകൂടെ നമുക്കത് ഗുണകരമായിരിക്കുന്ന വിഷയമാണ്. പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തി, ഈമാനിന് 70 ചില്ലറ ശാഖകളുണ്ട്. ആ ശാഖകളിൽ ഏറ്റവും മുകളിലുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും താഴെയുള്ളത് അത് വഴിയിൽ നിന്ന് ഒരു ചെറിയ തടസ്സം നീക്കുക. നമ്മൾ പോകുന്ന വഴിയെ ഒരു തടസ്സം കിടക്കുന്നുണ്ട്. ആ തടസ്സം, ആ ഒരു ബ്ലോക്ക് നീക്കിയാൽ അതും ഈമാനിൽപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നു മാത്രമല്ല, നമുക്ക് ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ റഹ്മത്തിൽപ്പെടുന്ന വിഷയങ്ങളാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടാതെ നമുക്കൊന്നിനും സാധ്യമല്ല. അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ മാറ്റങ്ങളില്ല. അങ്ങനെ വരുമ്പോഴല്ലേ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കാകട്ടെ വഴിപ്പെടാത്തവർക്കാകട്ടെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ,
ആ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. നഷ്ടപ്പെടുത്തരുത്. ആ റഹ്മത്ത് നമുക്ക് കോരി നൽകുന്ന, വാരിക്കോരി വിതരണം ചെയ്യുന്ന ഈ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത് എന്ന് മാത്രം പറഞ്ഞ്, അള്ളാഹുവേ, നിൻ്റെ റഹ്മത്ത് കാംക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ, നല്ലവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടെ ദുആയോടുകൂടെ ഇന്നത്തെ ഈ ഒരു ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറഞ്ഞ സമയം മാത്രം പറയുന്നത്, മറ്റുള്ളവരുടെയൊക്കെ സമയം പരിഗണിച്ചു. എന്നാൽ ഈ ഒരു സമയം ദീനിൻ്റെ ഈ പരിശുദ്ധമായിരിക്കുന്ന ഇൽമ് കേട്ട് അതൊരു ഗുണകരമായി നിങ്ങൾക്കും എനിക്കും ഭവിക്കട്ടെ എന്ന് മാത്രം കരുതിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒപ്പം ഒരൊറ്റ വിഷയം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നാട്ടിലില്ല, വിദേശത്താണ്. നമ്മുടെ സ്ഥാപനം IBT ഗാർഡൻ, അതുമായി ബന്ധപ്പെട്ട ഒരല്പം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് ഫത്ഹാകണം. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒപ്പം ഇവിടെ ഈ വീഡിയോ ഒക്കെ അവസാനിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലോറിൻ്റെ പണി അങ്ങനെ ബാക്കിയുണ്ട്. നാട്ടിലെ വലിയൊരു സംഖ്യ നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സംഭാവന ഈ റമദാനിലെ സുന്ദരമായിരിക്കുന്ന ഈ സമയത്ത് നൽകണം. നൽകിയാൽ ഇരട്ടിയാണ് പ്രതിഫലം. ചെറുതാകട്ടെ വലുതാകട്ടെ, നൽകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ നൽകുന്ന അതേ നമ്പറിലേക്ക് അയക്കുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.